നമസ്കാരം, എല്ലാവർക്കും ഇലക്ട്രോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ ഒരു ഇലക്ട്രിക് ഷോപ്പുമായി ബന്ധപ്പെട്ട ഒരു വീട്ടിൽ ടെസ്റ്റിങ്ങിന് പോയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, അവിടെ ഇലക്ട്രിക് ഷോപ്പ് വരാൻ കാരണം എന്താണെന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കൂട്ടുകാരെ, ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണം അമർത്തുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, സ്ക്രോൾ ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. എന്നിട്ട് പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ അടുത്ത കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചങ്ങന്മാരെ, ഈ ഒരു സ്വിച്ച് ബോർഡായിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളത്. കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഷോക്ക് അടിക്കുന്നുണ്ട്, ചുമരുമെന്നൊക്കെ ഷോക്ക് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. നനവുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ വന്ന് നോക്കിയപ്പോഴുള്ള അവസ്ഥയാണിത്. അപ്പോൾ നനവ് എന്ന് പറഞ്ഞാൽ നല്ല നനവാണ്. അതായത് വെള്ളം ഒലിച്ചു വരികയാണ് മേലിൽ നിന്നിട്ട്. കണ്ടില്ല, ചുമര് നനഞ്ഞ് കിടക്കുകയാണ്. അടിയിലൊക്കെ നിറച്ച് വെള്ളമാണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ എർത്ത് പാസ് ചെയ്തുകൊണ്ട് കറണ്ട് പാസ് ചെയ്തുകൊണ്ട് കണ്ടില്ല. ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചുമരൊക്കെ അത്രയും നല്ല ഹീറ്റായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം വരാനുള്ള കാരണം ഇതിന് സൺസൈഡിൻ്റെ ഭാഗത്ത് വെള്ളം നിന്നിട്ട് പ്ലെയിൻ സൺസൈഡാണ്. അപ്പോൾ അവിടെ വെള്ളം നിൽക്കുന്നുണ്ട്. വെള്ളം നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വെള്ളം കിരിഞ്ഞ് വരികയാണ്. അതുപോലെ തന്നെ ഈ ചുമരിൻ്റെ ബാക്ക് സൈഡും നല്ല രീതിയിൽ തന്നെ നനയുണ്ട്. അപ്പോൾ ആ രണ്ട് സൈഡിൽ നിന്നും കൂടെ ഉള്ളതാകുമ്പോൾ ചുമര് നല്ല പൂലായിട്ട് അതിലൂടെ വെള്ളം കിരിഞ്ഞ് ഇറങ്ങുകയാണ് സ്വിച്ച് ബോർഡിലേക്ക്. ഈ സ്വിച്ച് ബോർഡ് ഒന്ന് അയച്ചു നോക്കുക എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ, നമ്മൾ ഈ ബെഡ് സ്വിച്ചിൽ, ഇത് ബെഡ് സ്വിച്ചാണ്, ബെഡ് സ്വിച്ചിൽ ഒരിക്കലും പ്ലഗ് പോയിൻ്റ് കൊടുക്കാതിരിക്കുക. ഈ ബെഡ് സ്വിച്ച് പൊതുവേ നമ്മൾ പുറം ചുമരിനാണ് വരിക. അപ്പോൾ ഈ വെള്ളം വരാനുള്ള ചാൻസൊക്കെ ഇതുപോലത്തെ ഭാഗങ്ങൾക്കാണ്. അപ്പോൾ ബെഡ് സ്വിച്ചിൽ നമ്മൾ പ്ലഗ് പോയിൻ്റ് കൊടുത്താൽ പല അപകടങ്ങൾക്കും വഴിയൊരുക്കും. അത് ഒഴിവാക്കുക. കുട്ടികൾ എന്തെങ്കിലും പിന്നു കൊണ്ടുപോയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലും മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട് രാത്രി കാലങ്ങളിൽ കാണാതെ ഓഫാക്കാതെ കിടന്നുറങ്ങുക. ലാസ്റ്റ് മൊബൈൽ ചാർജർ പൊട്ടിത്തെറിക്കുക, മൊബൈൽ പൊട്ടിത്തെറിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടാൽ. അപ്പോൾ ഇങ്ങനത്തെ പരമാവധി നമ്മൾ ബെഡ് സ്വിച്ചിൽ നിന്ന് പ്ലഗ് പോയിൻ്റ് ഒഴിവാക്കുക. പുറത്ത് നമുക്ക് എന്തായാലും പ്ലഗ് പോയിൻ്റ് കൊടുക്കുമല്ലോ റൂമിൽ, അത് മതി. അപ്പോൾ ഇത് ബെഡ് സ്വിച്ചിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക. കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് അപകടങ്ങളും വരും. ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ കണ്ടില്ലേ, ഈ വയറൊക്കെ കത്തി കിടക്കുകയാണ്. വെള്ളം തന്നെ ആകെ ഷോർട്ടായി കിടക്കുകയാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് മൊത്തത്തിൽ ലീക്കേജ് വന്നതും. അതുപോലെ സ്വിച്ച് ബോർഡ് വഴി ഫുള്ള് ചുമര് ലീക്കാകാനും കാരണം, എർത്ത് പാസിങ് വരാനും കാരണം. പിന്നെ നമ്മൾ ഇലക്ട്രീഷ്യൻ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ, ഈ സ്വിച്ച് ബോർഡ് എപ്പോഴും സിമെൻറ്റിൽ ഉറപ്പിച്ച് നല്ല രീതിയിൽ തന്നെ ഉറപ്പിച്ച് വയ്ക്കുക. അപ്പോൾ അതിലൂടെ വരുന്ന ഉറുമ്പിൻ്റെ തല്ലും മറ്റും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ അഡാപ്റ്റഡ് ചെയ്യാൻ പറ്റിയെന്ന് പരമാവധി അങ്ങനെ ചെയ്യുക. അതുകൊണ്ട് അതിൻ്റെ ബാക്കിലൊക്കെ ഫുള്ള് കാലിയാണ്. അതിലൊക്കെ നമ്മൾ ഉറുമ്പും അതേപോലെ ചെറിയ പൂല് വരാനുണ്ടെങ്കിലൊക്കെ അതിൽ എളുപ്പത്തിൽ നമുക്ക് സ്വിച്ച് ബോർഡിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഈ ഒരു വീട്ടിൽ RCCB ഇല്ലാത്തൊരൊറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം. ഇപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇതിലേക്ക് ഉള്ള സപ്ലൈ കട്ട് ചെയ്ത് വെക്കുക. തൽക്കാലം ഈ വെള്ളത്തിൻ്റെ അംശം നിൽക്കണ വരെ, അതായത് ഈ വെള്ളം ഇതിൽ വരുന്നിടത്തോളം കാലം നമുക്ക് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇത് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് 1 വേ ആക്കി മാറ്റിയിട്ടുണ്ട് ഒക്കെ. പിന്നെ RCCB ഇല്ലാത്തൊരൊറ്റ കാരണമാണ് ഇവിടുത്തെ പ്രശ്നം. കണ്ടില്ല, ഇതിൽ RCCB ഇല്ല. അപ്പോൾ കഴിവതും എല്ലാ വീടുകളും RCCB ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഉള്ള RCCB വർക്കിംഗ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. ടെസ്റ്റ് ബട്ടൺ അടിച്ച് RCCB ഉറപ്പ് വരുത്തേണ്ടതാണ്, നല്ല രീതിയിൽ വർക്കിംഗ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിക്കാൻ, നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.